ഹായ് ഡിയേഴ്സ്, ഒരു കുട്ടി മോർണിംഗ് വീഡിയോ ആണ്. ഇപ്പോൾ സമയം 5:45 ആയിട്ടുണ്ട്. ഞാൻ 5 മണിക്ക് അലാറം വെച്ചതാണ്. മഴയും തണുപ്പൊക്കെ കാരണം ഇച്ചിരി കൂടെ നേരം അങ്ങ് ഉറങ്ങിപ്പോയതാണ്. അങ്ങനെ നേരെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ചിട്ട് പിന്നെ അതേ നടയിൽ തിരിയൊക്കെ കൊളുത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. ഇതെനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ശീലമാണ്. എൻ്റെ അപ്പായ്ക്ക് ഇങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് നടക്കിലൊന്ന് തിരിയൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ഞാൻ നേരെ ഇതേ അടുക്കളയിൽ കയറി തലേന്ന് തന്നെ പാചകത്തിനുള്ള കുറച്ച് ഐറ്റംസൊക്കെ അരിഞ്ഞും തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അതാകുമ്പോഴത്തേക്കും നമുക്ക് ജോലിയൊക്കെ കുറച്ചും കൂടെ എളുപ്പമാകുമല്ലോ. എനിക്കാണെങ്കിൽ പാചകം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സമയം വേണ്ടത് അരിയാനൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഒരടുപ്പിൽ ചോറും മറ്റുള്ള രണ്ടടുപ്പിൽ കറികളൊക്കെ ആയിട്ട് ഷടപടയുന്ന പണികളൊക്കെ തീർക്കുന്നുണ്ട്. ചേട്ടായിക്ക് ജോലിക്കൊക്കെ പോകേണ്ടപ്പോഴാണ് ഇത്രയും നേരത്തേക്ക് എണീക്കുന്നത്. അല്ലെങ്കിൽ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേക്കാറുള്ളൂ. ചേട്ടയാണെങ്കിൽ അലാറം അടിക്കുമ്പോൾ തന്നെത്താനെ എഴുന്നേറ്റ് വന്നോളും. പിന്നെ നമ്മൾ പോയി വിളിച്ച് കുത്തിപ്പൊക്കി എണീപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഓരോരോ കറികളായിട്ട് റെഡിയാകുന്നുണ്ട്. പിന്നെ നമ്മുടെ പുതിയ മിക്സിയും കൂടെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മളിതിൽ ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത്. എന്തായാലും മിക്സിയും ജാറും കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നേ. പിന്നെ കുക്കിങ്ങിനോടൊപ്പം തന്നെ ഞാൻ സൈഡിൽ കൂടെ ക്ലീനിങ് കൂടെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുക്കിംഗ് കഴിയുന്ന ടൈമിൽ ഒരു ലോഡ് പാത്രങ്ങൾ സിങ്കിൽ നിറഞ്ഞു കിടക്കും. എനിക്കത് ഇഷ്ടമല്ല. ഇതാകുമ്പോഴത്തേക്കും 2 മണി ഒരുപോലെ അങ്ങ് തീരുമല്ലോ. പണികളെല്ലാം കഴിയുമ്പോഴാണ് ജനാലകളൊക്കെ തുറന്നിടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തെ കാഴ്ചകളും കണ്ടു നിന്ന് എൻ്റെ പണികളൊക്കെ അവിടെ ലാഗടിക്കുകയെ. പിന്നെ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് പാചകം ചെയ്ത ഐറ്റംസൊക്കെ സൈഡിലൊക്കെ ഒതുക്കി വെക്കുമ്പോൾ തന്നെ മനസ്സിനൊരു ആശ്വാസമാണ്. അപ്പോഴത്തേക്കും ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. കട്ടിലേക്ക് കിടന്നുള്ള ഉറക്കം പോരാഞ്ഞിട്ട് സെറ്റ് ചെയ്യുക വന്ന് കിടക്കുവാണ്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. അത് കാരണം ആശാൻ ഇച്ചിരി മഴ പിടിച്ചൊക്കെ ഇരിക്കുവാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ ഇവിടെ ആലപ്പുഴയിലൊക്കെ നല്ല മഴയാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കും ചേട്ടൻ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് സെറ്റാക്കി വെക്കുന്നുണ്ടായിരുന്നേ. എന്തെങ്കിലുമൊക്കെ പണി നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ ചെയ്യിപ്പിക്കണ്ടേ. ചുമ്മാതെയാണേ, ഞാൻ ചെയ്യിപ്പിച്ചില്ലെങ്കിലും ആൾ കണ്ടറിഞ്ഞ് എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്തു തരാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും പാൽച്ചായയൊക്കെയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ഈ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ് എനിക്ക് ചേട്ടയോട് വർത്തമാനം പറയാൻ രാവിലെ കിട്ടുന്ന സമയം. പിന്നെ ആൾ 8:30 പോയാൽ വൈകിട്ടൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വരുന്നത്. ജോലിക്ക് പോകാൻ മടിയുള്ള കൂട്ടത്തിലല്ലെങ്കിലും ഇന്ന് മഴയൊക്കെ കണ്ടപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ടായിരുന്നേ. അങ്ങനെ പോകണോ വേണ്ടയോ എന്ന് സംശയിച്ച് ചേട്ടാ റെഡിയാകുമായിരുന്നു. ഞാൻ ആ സമയത്ത് ലഞ്ച് ബോക്സ് സെറ്റാക്കിയേ. ചോറും ചെമ്മീൻ ചമ്മന്തിയും തക്കാളി മെഴുക്ക് പുരട്ടിയും നാരങ്ങയും ഈന്തപ്പഴം അച്ചാറും ആയിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ. ഇങ്ങനത്തെ സിമ്പിൾ കറികളൊക്കെയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമേ. അങ്ങനെ റെയിൻകോട്ടൊക്കെ ഇട്ട് ചേട്ടയാണെങ്കിൽ നേരെ ജോലിക്ക് പോയേ. ഇന്നാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ദിവസം കൂടിയാണ്. ജൂൺ 5 പരിസ്ഥിതി ദിനം. രാവിലെ തന്നെ ചേട്ടയുടെ അപ്പം എനിക്കൊരു ചെമ്പരത്തി കമ്പ് കൊണ്ട് തന്നായിരുന്നേ. അങ്ങനെ പരിസ്ഥിതി ദിനമായിട്ട് ഞാൻ നട്ടത് ചെമ്പരത്തി കമ്പാണ്. എന്തായാലും പിടിക്കട്ടെ, ഒരു പൂച്ചെടിയല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ മറ്റ് ഗാർഡനൊന്നും ഇതുവരെ സെറ്റൊന്നും ചെയ്തിട്ടില്ല. മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പുതിയ വീട്ടിൽ കുറച്ച് ഗാർഡനൊക്കെ ഒന്ന് സെറ്റാക്കാനേ. ഇപ്പോൾ കുറച്ചായിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ രാവിലെകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ. ടാറ്റാ.